പൊതുവേ നമ്മളിപ്പോൾ ആക്ടിവിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നല്ലത് ചെയ്യുന്നവർ, ആർക്കെങ്കിലും വേണ്ടി നല്ലത് ചെയ്യുന്ന എല്ലാം ഉപകാരം ചെയ്യുന്നവരും അങ്ങനത്തെ ടൈപ്പ് ആൾക്കാരാണ് പൊതുവേ ആക്ടിവിസ്റ്റുകൾ. അതങ്ങനെ തന്നെയാണ്. ഭൂരിഭാഗം ആക്ടിവിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. ഞാനും നല്ല ആക്ടിവിസ്റ്റുകളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യനാണ്. ഇതിൻ്റെ അകത്ത് ചില തലതെറിച്ച ആക്ടിവിസ്റ്റുകളുണ്ട്. അതിപ്പോൾ കുറച്ച് പ്രത്യേക പേരെടുത്ത് പറയേണ്ട സാധനങ്ങളുണ്ട്. പക്ഷേ ഞാൻ തൽക്കാലം നിങ്ങളുടെ പേരൊന്നും എടുത്ത് പറയാനില്ല. കുറച്ച് പട്ടിത്തിട്ടുകൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട്. അതൊക്കെ പോട്ടെ, അതെന്തേലും ആട്ടെ. അവർക്ക് വീട്ടിൽ ഇരുന്ന് ക്രിമിനൽ കൊണ്ടായിരിക്കുമെന്ന് ആലോചിക്കാം. ഇതൊന്നും അല്ലാത്ത ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സെക്ഷൻ ആക്ടിവിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം, മറ്റേ ഗ്ലോബൽ വാർമിംഗ് കാരണം ചൂട് കൂടുന്നുണ്ട്, ഭയങ്കര പ്രശ്നമാണ്. ഉം, ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. പോളറും ഐസ് ക്യാപ്സും മെൽറ്റ് ചെയ്യുന്നുണ്ട്. കുറേ ഇന്ത്യയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ശരിയാണ്, ഭാവിയിൽ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും, മാങ്ങാണ്ടി തേങ്ങാണ്ടി ഇഷ്ടംപോലെ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ ഭാവിയിലെ കാര്യം. അപ്പോഴത്തേനും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പുതിയ ടെക്നോളജിയോ ഇൻവെൻഷനൊക്കെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുമോ എന്നുള്ള കാര്യം ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. നമ്മൾ മനുഷ്യന്മാർ അത്യാവശ്യം മുകളിലുള്ള സാധനങ്ങളാണല്ലോ. അത് പോട്ടെ, ഇതൊന്നുമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയൊരു ഗ്രൂപ്പ് ഓഫ് തിട്ടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആക്ടിവിസ്റ്റുകൾക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി കുറേ സാധനങ്ങൾ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സ്റ്റോപ്പ് ഓയിൽ എന്ന് പറഞ്ഞൊരു ആക്ടിവിസ്റ്റ് ഗ്രൂപ്പിനെ പറ്റി കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാകും. കാരണം ഇൻ്റർനെറ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരുടെ കുറേ ഊളത്തരങ്ങൾ ഇഷ്ടംപോലെ കാണാം. ഇതിൻ്റെ അകത്ത് ഊമാർ വിവരമില്ലാത്തവന്മാരാണെന്നുള്ളതിന് തെളിവ്, ഇതിലും വലിയ തെളിവ് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാരൊരു ഓയിൽ ടാങ്കർ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ വിറ്റെന്തെന്നറിയോ? അത് ഓയിൽ കൊണ്ടുവന്നല്ല, കുക്കിംഗ് ഓയിൽ കൊണ്ടുവന്ന് ടാങ്കർ ഇവർ സ്റ്റോപ്പ് ഓയിൽ പറഞ്ഞിട്ട് അതിനെ തടഞ്ഞു നിർത്തും. കുക്കിംഗ് ഓയിലും ഫോസിൽ ഫ്യൂവലും ഗ്ലോബൽ വാർമിംഗും തമ്മിൽ എന്ത് ബന്ധമാടേ? പോട്ടെ, വിവരമില്ലായ്മ. അത് അവർക്കൊരു ശരിക്കുള്ളൊരു മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. ആ ഒരു കൈബത്ത് ആർക്കും പറ്റാം. പക്ഷേ അത് ഞാൻ അത്ര നാളതുകൊണ്ട് ഇവന്മാർ മണ്ടന്മാരെന്തെങ്കിലും കാണിക്കട്ടെ. ഇവന്മാർ പൊതുവെ കാണിക്കുന്നത് മറ്റേ സ്വന്തം കഴുത്ത് മറ്റേ ലോക്കൊക്കെ ഇട്ട് ചില ഫാർമുകളിൽ പോയിരിക്കുക, അല്ലെങ്കിൽ റോഡിൽ മറ്റേ വണ്ടി തടഞ്ഞിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യുക. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്ത് മറ്റേ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി കിട്ടും. ഇതൊക്കെ പുറത്തേ നടക്കുകയുള്ളൂ. റോഡിന് വട്ടം വണ്ടി ഇട്ടിട്ട് ഞാൻ ആലോചിക്കണം, സാധാരണ പണിക്ക് പോകണവനൊക്കെ റോഡിന് വട്ടം വണ്ടി ഇട്ട് അവന്മാരുടെ ജീവിതവും സമയവും കാശും കളഞ്ഞിട്ട് ഇവനൊക്കെ എന്ത് ആക്ടിവിസം. പോട്ടെ, അന്തേരായ്മ തരം, അത് കാര്യമാക്കേണ്ടത് വിട്ടേരെ. റീസെൻ്റ്ലി ഇവന്മാർ ഏറ്റവും ഇതിൻ്റെ അകത്തുള്ള നമ്പർ എന്ന് പറയുന്നത് മറ്റേ ചെളി വാരിയല്ലേ, പെയിൻറ്റ് വാരി എറിയുക, ഓയിൽ എന്തെങ്കിലുമൊക്കെ വാരി, കറുത്ത പെയിൻറ്റോ കളറുള്ള പെയിൻറ്റ് എന്തെങ്കിലുമൊക്കെ വാരി എറിയുക. ഇതാണ് ഇവന്മാരുടെ സ്ഥിരം നമ്പർ. അപ്പോൾ ഇതിൻ്റെ ലേറ്റസ്റ്റ് 2 വിക്ടിംസ് എന്ന് പറയുന്നത് മെസ്സിയും. മെസ്സിൻ്റെ ഭാഗ്യം മെസ്സിയുടെ മേത്ത് വരില്ല. അവന്മാർ പോയിട്ട് മെസ്സിയുടെ വീട് മൊത്തം പെയിൻ്റ് അടിച്ച്, വീട് കുറേ വീടുണ്ട്, ഒരു വീട് പോയി പെയിൻ്റ് അടിച്ചിട്ട്. ഈ മെസ്സിയൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്യുന്ന മനുഷ്യനറിയാം. അവൻ്റെയൊക്കെ വീട്ടിൽ പോയി പെയിൻ്റ് അടിച്ചിട്ട് എന്ത് ആക്ടിവിസാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പെയിൻ്റ് അടിക്കണോണ്ട് എന്താ, ഇവർ പറയുന്ന പെയിൻ്റ് അടിക്കണോണ്ട് പബ്ലിസിറ്റി കിട്ടും. ഈ കോഴ്സിന് പബ്ലിസിറ്റി കിട്ടും, കോഴ്സിന് കുറച്ചുകൂടെയും പേരാവും, ആൾക്കാർ ശ്രദ്ധിക്കും, വാങ്ങാതെ കഴിഞ്ഞാൽ ഇപ്പോൾ മെസ്സിയൊക്കെ നമ്മുടെയൊക്കെ എന്താ പറയുക, മെസ്സിയുടെ ഒക്കെ വീട് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ അവനൊന്നും ഒരുത്തിനും സപ്പോർട്ടില്ല. മെസ്സി ഫാൻസൊക്കെ അവനെങ്ങനെ കൈ കെട്ടി കഴിഞ്ഞാൽ വലിയ വട്ടം കീറും അവനൊക്കെ. ഇപ്പോൾ റൊണാൾഡോയുടെ വീടാണെങ്കിൽ ഞാനും ചിലപ്പോൾ 2 അടി കൊടുത്തേനെ. ഞാൻ റൊണാൾഡോ ഫാനാണ്. അത് പക്ഷേ അത് വേറെ ടോപ്പിക്ക്, അത് വിട്ടേക്കാം. രണ്ടുപേരും കഴിവുള്ളവരാ, ഞാൻ റൊണാൾഡോ ഫാനാണെന്നുള്ളൂ. ഇതും പറഞ്ഞ് എന്നെ കൊല്ലരുത്. ഇതിൻ്റെ കൂടെ തന്നെ ഇത് പക്ഷേ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവർ ചെയ്തത്, നമ്മുടെ ഫ്രണ്ട്സ് സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം. അതിൻ്റെ അകത്ത് റേച്ചലുണ്ടല്ലോ, നമ്മുടെ ജെനിഫർ ആനിസ്റ്റൺ, പുള്ളിക്കാരത്തിയുടെ മേത്ത് ഒരു ഇവൻറ്റിൻ്റെ അകത്ത് വെച്ച് പുള്ളിക്കാരത്തിയുടെ മേത്ത് വന്ന് ഇവന്മാർ പെയിൻറ്റ് ഒരുമിച്ചു. എൻ്റെ എടാ, പുള്ളിക്കാരത്തിയൊക്കെ എന്തേരം ചാരിറ്റിക്ക്, എന്തേരം ഓർഫനേജിനൊക്കെ എന്തേരം സഹായം ചെയ്യുന്ന മനുഷ്യനാണ്. ശരിയാണ്, പുള്ളിക്കാരത്തിന് ഇഷ്ടംപോലെ കാശൊക്കെ ഉണ്ട്, വലിയ പുള്ളി എന്നും പറഞ്ഞ് ഉപകാരം ചെയ്യാത്ത ഇവരെ ആരെയും ഈ ശരിക്ക് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാക്കണേ, അല്ലെങ്കിൽ ഈ ഫോസിൽ ഫ്യൂൽ യഥാർത്ഥത്തിൽ സപ്പോർട്ടല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവരാരുടെയും നേരെ എതിരെ ചെന്ന് കമാന്ന് രക്ഷപ്പെട്ടു ഇല്ല. തിരിച്ച് ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല എന്നറിയാവുന്നവരുടെ നെഞ്ചത്ത് മാത്രമേ ഇവർക്ക് കയറാൻ പറ്റുള്ളൂ. ഇവരെനിക്ക് പണ്ടേ ഇഷ്ടമല്ല. പണ്ട് ഇവർ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ, നമ്മുടെ എടാ, റെയർ ലെജൻഡറി കണക്ഷനായിട്ടുള്ള ഒരു 2 ഫെറാറിയുടെ മേത്ത് ഇവർ അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കൈ ഒട്ടിച്ച വണ്ടി നശിപ്പിച്ചവർ. ഓടാതിരിക്കുന്ന വണ്ടി. ആ വണ്ടി അതെടാ, കളക്റ്റബിൾ പീസ്. ഇത് ഒരിക്കലും കിട്ടില്ല. അതവർ കഷ്ടപ്പെട്ട് മ്യൂസിയത്തിൽ സ്റ്റോർ വെച്ചതിൻ്റെ മണ്ടയിൽ പോയിട്ട് ആ ചെയ്തവനൊക്കെ എൻ്റെ കൈ കിട്ടി അവൻ്റെയൊക്കെ നാസത്തിൽ മുളക് വരെ തിരിക്കും ഞാൻ, തേണ്ടിയൊക്കെ. കിഴങ്ങന്മാർ, ഞാൻ പറയാനില്ല. പോട്ടെ, ഇതിപ്പോൾ ഇവന്മാർ ഇനിയിപ്പോൾ ആരുടെ തലയിൽ പോകണം, ഏതെങ്കിലും മിക്കവാറും അടുത്ത ഏതെങ്കിലും ഭാഗത്തുണ്ട് ഇങ്ങനെ പോയിട്ട് കിയാനു റീവ്സിൻ്റെ മേത്തൊക്കെ കയറി ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ
ഇവനെയൊക്കെ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് ഞാൻ തല്ലേണ്ടി വരുമെന്ന് തോന്നണേ. വിവരമില്ലാത്ത കുറേ കിഴങ്ങന്മാർ ആക്ടിവിസ്റ്റുകളെന്ന് പറഞ്ഞിറങ്ങിക്കോളും. ഇപ്പോഴത്തെ മോഡേൺ ട്രെൻഡ് ഓഫ് ആക്ടിവിസം ഇങ്ങനെയായത് എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല. പണ്ടൊക്കെ ആക്ടിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് ചെയ്യുന്നവരിപ്പോൾ ഒരു ഡീഫോറസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ ആ ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്ന കമ്പനിയുടെ അവിടെ ചെന്ന് ഡീഫോറസ്റ്റേഷൻ ചെയ്യുന്നിടത്ത് നിന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കും. ഈ ആക്ടിവിസ്റ്റുകൾ ആരെങ്കിലും സൗദിയിലോ ദുബായിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന പമ്പുകളുടെ അടുത്ത് പോയിട്ട് കമാന്ന് രക്ഷപ്പെടുന്നുണ്ടോ ഉവ്വ അങ്ങോട്ട് ചെല്ലണേ അവരുടെ വാക്ക് പറയുമ്പോഴത്തേനും ഇവൻ്റെ പിടികിടന്ന് പറയും. ഇവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കില്ല അല്ലെങ്കിൽ ആരൊന്നും ചെയ്യില്ല എന്നുള്ളിടത്ത് മാത്രമേ ഇമ്മാതിരി കുൺസായ്മ കാണിക്കുള്ളൂ. ഇതിനൊന്നും ആക്ടിവിസം എന്നല്ല പറയണേ. ഒരു 5 സെക്കൻഡ് ആരെങ്കിലും കാണണം, കുറച്ച് അറ്റൻഷൻ എൻ്റെ നേരെ കിട്ടാൻ വേണ്ടിയുള്ളൊരു അറ്റൻഷൻ സീക്കിങ് ഡിസോർഡറാണെന്ന് ഞാൻ ഇതിനൊക്കെ പറയുള്ളൂ. ഇതൊന്നും അവർ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നും ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഒരു ഉപകാരം ഉണ്ടാവണില്ല. സാധാരണക്കാരന് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നല്ലാതെ ആർക്കും ഒരു ഉപകാരവും വരാത്ത ഒരു തരം ചീപ്പ് ഷോ ആക്ടിവിസമാണിത്. ഇങ്ങനെ ഈ ചീപ്പ് ഷോ ആക്ടിവിസം കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യനും ഒരു ജീവിക്കും ആർക്കും ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഉപകാരം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അന്നേരം എൻ്റെ വാക്കുകളൊക്കെ ഞാൻ വിഴുങ്ങിക്കോളാം. അതുവരെ ഞാൻ ഈ ഡാഷ് മക്കളെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. ഇതൊന്നും ആക്ടിവിസ്റ്റ് അല്ല, ഇതൊക്കെ തന്തയില്ലായ്മ തരുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് കാണിക്കുന്നത് കറക്റ്റാന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല അത് എന്ത് ലോജിക്കാന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും കൊള്ളാം ഇവരുടെ ആക്ടിവിസം, അടിപൊളിയായിട്ടുണ്ട്.